ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम् श्रीगुरुभ्यो नमः। हरिः ओम्। ഓം നമോ നാരായണ. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ഹിരണ്യഗർഭ ഉപാസന. ഹിരണ്യഗർഭൻ എന്തെന്ന് കണ്ടു. ഭഗവാന്റെ സൃഷ്ടിഭാവമായ അഷ്ടൗ വസവഃ പറഞ്ഞു. അതിനുശേഷം ലയഭാവമായ ഏകാദശ രുദ്രഃ പറഞ്ഞു. അതോടൊപ്പം തന്നെ 33 ദേവതകൾ ഏത്, ആ നിവിത്ത് എന്തൊക്കെയാണ് എന്ന് ശാഖല്യന് യാജ്ഞവൽക്യ മഹർഷി ഉപദേശിച്ചു. അതിനുശേഷം സൃഷ്ടിഭാവമായ പ്രപഞ്ച സൃഷ്ടാവിനെയാണ് വേദം ഹിരണ്യഗർഭൻ എന്ന് നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതില് നമ്മള് 10ാമത്തെ മന്ത്രം മുതൽ കണ്ടു. 12 വരെ ഉദാഹരണങ്ങളിലൂടെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു. അവസാനം കണ്ടത് ഭഗവാന്റെ സത്യമെന്ന ലക്ഷണത്തെയാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. അതിനു മുമ്പ് പ്രജാപതി എന്ന ലക്ഷണത്തെ സ്ത്രീയഃ പുരുഷഃ ഇതി ഹോവാച ഇവിടെ കണ്ടു. അതിനു മുമ്പ് അമൃതം എന്ന ലക്ഷണത്തെ കണ്ടു, സത്യം എന്ന ലക്ഷണത്തെ കണ്ടു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ത്രയോദശ മന്ത്രം 13ാമത്തെ മന്ത്രം. ആകാശ ഏവ യസ്യ ആയതനം ശ്രോത്രം ലോകഃ മനോ ജ്യോതിഃ യോ വൈതം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം സഹ വൈ വേദിതാ സ്യാദ്. യാജ്ഞവൽക്യ വേദവാ അഹം തം പുരുഷം സർവസ്യാത്മനഃ പരായണം യം ആത്ഥ യഃ ഏവ അയം ശ്രൗത്രഃ പ്രാതിശുക്തഃ പുരുഷഃ സഹ ഏഷഃ വദ ഏവ ശാക്യ തസ്യ കാ ദേവത ഇതി ദിശ ഇതി ഹോവാച. എന്നോട് പറയാം, ശ്രദ്ധിക്കണേ. ആകാശ ഏവ യസ്യ ആയതനം ശ്രോത്രം ലോകഃ മനോ ജ്യോതിഃ യോ വൈ തം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം സഹ വൈ വേദിതാ സ്യാദ്. യാജ്ഞവൽക്യ വേദവാ അഹം തം പുരുഷം സർവസ്യാത്മനഃ പരായണം യം ആത്ഥ യഃ ഏവ അയം ശ്രൗത്രഃ പ്രാതിശുക്തഃ പുരുഷഃ സഹ ഏഷഃ വദ ഏവ ശാക്യ തസ്യ കാ ദേവത ഇതി ദിശ ഇതി ഹോവാച. ഒരുമിച്ച് ചൊല്ലാം. ആകാശ ഏവ യസ്യ ആയതനം ശ്രോത്രം ലോകഃ മനോ ജ്യോതിഃ യോ വൈതം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം സഹ വൈ വേദിതാ സ്യാദ്. യാജ്ഞവൽക്യ വേദവാ അഹം തം പുരുഷം സർവസ്യാത്മനഃ പരായണം യം ആത്ഥ യഃ ഏവ അയം ശ്രൗത്രഃ പ്രാതിശുക്തഃ പുരുഷഃ സഹ ഏഷഃ വദ ഏവ ശാഖല്യ തസ്യ കാ ദേവത ഇതി ദിശ ഇതി ഹോവാച. ആകാശ ഏവ യസ്യ ആയതനം
ശ്രോത്രം ലോകഃ മനോ ജ്യോതിഃ യോ വൈതം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം സഹ വൈ വേദിതാ സ്യാദ് യാജ്ഞവൽക്യ വേദവാ അഹം തം പുരുഷം സർവസ്യാത്മനഃ പരായണം യം ആത്ഥാ യഹ ഏവ അയം ശ്രൗത്രഃ പ്രാതിശുക്തഃ പുരുഷഃ സഹ ഏഷഃ വത ഏവ ശാകല്യ തസ്യ കാ ദേവത ഇതി ദിശ ഇതി ഹോവാച. അടുത്ത ഉദാഹരണം. ആ കോളം നിങ്ങൾ വരച്ചെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. ഇനി അങ്ങോട്ട് എളുപ്പമാണ്. ഉദാഹരണം പറഞ്ഞു. എന്തിന്റെ? ആകാശം, പൃഥ്വിയുടെ ഉദാഹരണം കണ്ടു, കാമമയ പുരുഷന്റെ ഉദാഹരണം കണ്ടു, പിന്നെ രൂപങ്ങളുടെ കണ്ണിന്റെ ഉദാഹരണം കണ്ടു. ഇനി അടുത്തത് ഏതാണ്? സാകല്യൻ പറയുന്നത് ആകാശ ഏവ യസ്യ ആയതനം ശ്രോത്രം ലോകഃ മനോ ജ്യോതിഃ. ശ്രോത്രം ചെവി അല്ലെ? ഈ ശ്രോത്രേന്ദ്രിയം കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നത് എന്താണ്? ആകാശം ഉള്ളത് കൊണ്ടാണ്. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ സ്പേസിനെ, അന്തരീക്ഷത്തിനെയാണ്. അല്ലാതെ നീലാകാശം, ഭൂമാകാശം അല്ല കേട്ടോ. ഇവിടെ ആകാശം എന്ന വാക്കിന് എന്താണ് അർത്ഥം? അന്തരീക്ഷം, സ്പേസ്. കാരണം സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് സ്പേസിൽ കൂടെ അല്ലെ? അപ്പൊ ആ അർത്ഥമാണ് ഇവിടെ ആകാശം. നമ്മൾ പല സന്ദർഭങ്ങളിലും പല അർത്ഥം കണ്ടു അല്ലെ? ഗാർഗി ഓതപ്രോതം എന്തെന്ന് ചോദിച്ചപ്പോൾ പരമാത്മ ലക്ഷണമായിട്ടാണ് ആകാശത്തെ പറഞ്ഞത് അല്ലെ? പക്ഷെ ഇവിടെയോ ആകാശത്തെ അന്തരീക്ഷ ലക്ഷണമായിട്ടാണ് പറയുന്നത്. അന്തരീക്ഷേവ യസ്യ ആയതനം. എന്തുകൊണ്ട് അന്തരീക്ഷം എടുത്തു? അടുത്ത ഉദാഹരണത്തിൽ ശ്രോത്രത്തെ പറയുന്നു. കാരണം ശബ്ദം സഞ്ചരിക്കുന്ന മാധ്യമമാണ് അന്തരീക്ഷം. അതുകൊണ്ട് ആകാശത്തെ ബ്രഹ്മലക്ഷണമല്ല, ഭൂതാകാശമല്ല, ഇവിടെ അന്തരീക്ഷം എന്ന അർത്ഥമാണ്. കേൾക്കുന്നത്, കേൾവി എന്ന അനുഭവം ഉണ്ടാക്കി തരുന്നത് എന്താണ്? അന്തരീക്ഷത്തിലൂടെ ശബ്ദം യാത്ര ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇതിന് ഈ ആകാശത്തിലൂടെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കുന്നത് പരമാത്മാവിനാലാണ്. പരമാത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ, പ്രപഞ്ച സൃഷ്ടാവ് അന്തരീക്ഷത്തിനെ സൃഷ്ടിച്ച് തദ്ദേവാനുപ്രാവശ്യം, ചാന്തോക്യോപനിഷത്ത് അല്ലെ? അതിനെ എല്ലാത്തിനെയും സൃഷ്ടിച്ച് അതിൽ കുടിയിരിക്കുന്നത് കൊണ്ടാണ് അല്ലെ? അനുപ്രാവശ്യം. അനുപ്രാവശ്യം എന്ന് വെച്ചാൽ അതിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഇത് ആരറിയുന്നുവോ? അടുത്തത് പറയും. അതെ, ശാകല്യം പറഞ്ഞ ഡയലോഗ് തന്നെയാണ്. യോ വൈതം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം സഹ വൈ വേദിതാ സ്യാത് യാജ്ഞവൽക്യ. അല്ലെ? തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ആരാണോ എല്ലാറ്റിനും ആശ്രയമായിരിക്കുന്നത്, പുരുഷനെന്ന് അറിയുന്നത് യാജ്ഞവൽക്യ, അവനാണ് വിദ്വാൻ അല്ലെ? അപ്പൊ അങ്ങേക്ക് അറിയുവോ? അങ്ങ് വിദ്വാനാണോ? യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു എന്താണ്? വേദവാഹന്തം പുരുഷം സർവസ്യാത്മനഃ പരായണം യം ആഹ. എല്ലാറ്റിനും ആശ്രയമായി, അതായത് കേൾവി എന്ന അനുഭവം ശബ്ദം സഞ്ചരിക്കുന്നതിലൂടെയാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ വിചാരിക്കുമോ എന്റെ ചെവിട് നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു? അല്ല. ശബ്ദം എന്ന മാധ്യമമായി അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് കൊണ്ട്. അപ്പൊ അന്തരീക്ഷം എന്ന മാധ്യമം ഇല്ലെങ്കിൽ എത്ര നല്ല കേൾവി ശക്തിയുള്ള ആളാണെങ്കിലും കാര്യമില്ല. അപ്പൊ നമ്മുടെ ചെവിടും പ്രവർത്തിക്കണം, അതോടൊപ്പം ഈ മാധ്യമവും പ്രവർത്തിക്കണം. മാധ്യമം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്ന മാധ്യമം. അത് പ്രവർത്തിക്കുന്ന ആരാണ്? ഹിരണ്യഗർഭൻ. ആരാണോ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചത് അയാള് തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. അതെനിക്കറിയാം. അതെനിക്കറിയാം. ഞാൻ വിദ്വാൻ എന്ന് പറയുന്നില്ല. നമ്മൾ കണ്ടില്ലേ എല്ലാ മന്ത്രത്തിലും
10ാമത്തെ മന്ത്രം മുതൽ എം ആത്ത എന്ന് പറയുന്നില്ല. എം വിദ്വാൻ എന്ന് വേണം പറയായിരുന്നു അല്ലേ? പക്ഷെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നില്ല. യാജ്ഞവൽക്യ മഹർഷി പറയുന്നുണ്ട് എം ആത്ത, അതെനിക്കറിയാം. വിദ്യാവിനയ സമ്പന്നെ, ആ സമ്പന്നത്വമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ആ സമ്പന്നതയാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ ഇവിടെ കാണുന്നത്. അല്ലെ, എനിക്കറിയാമെന്ന് പറഞ്ഞു നടക്കുന്ന ആളല്ല വിദ്വാൻ. നമുക്ക് ഓരോ നമ്മൾ പഠിച്ച അത് ഭഗവത്ഗീത ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രകരണങ്ങളൊക്കെ അവിടെയൊക്കെ നമുക്ക് കാണാം യാജ്ഞവൽക്യ മഹർഷിയുടെ സ്വഭാവ സവിശേഷതകള് ഇവിടെ നമുക്ക് കാണാം. ഞാൻ വിദ്വാനൊന്നുമല്ല, എനിക്കറിയാം. യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു അല്ലെ, എം ആത്മ യഹ ഏവ അയം ശ്രൗത്രഃ പ്രാതിശുദ്ധഃ പുരുഷഃ എന്ന് വെച്ചാൽ എന്താണ്? ശ്രവണേന്ദ്രിയത്തിൽ കുടികൊള്ളുന്നതും. അതാണ് ശ്രൗത്രഃ. ശ്രവണേന്ദ്രിയങ്ങളിൽ കുടികൊള്ളുന്നതും ഇതാരാണ്? പരമാത്മാ അല്ലെ. അതിന്റെ ദേവതയാണ് അടുത്തത് ഇനിയും പറയുന്നുണ്ട്, ദിഗ്ദേവൻ അല്ലെ. ചക്ഷുഹു ആദിത്യഃ ശ്രോത്രഃ ദിഗ്ദേവത അല്ലെ. ശ്രോത്രത്തിന്റെ അല്ലെങ്കിൽ ശ്രവണേന്ദ്രിയത്തിന്റെ അടിസ്ഥാന ദേവതയാണ് ദിഗ്ദേവത. അവര് കുടികൊള്ളുന്നത്, അവരവിടെ ഇരുന്ന് ആ കേൾവി എന്ന അനുഭവത്തെ നമ്മൾക്ക് ഉണ്ടാക്കി തരുന്നത് ആരുടെ സഹായം കൊണ്ടാണ്? ഒന്നാമത് സഹായിക്കുന്നത് ദിഗ്ദേവതൻ. അവരെ കേൾവി എന്ന അനുഭവം ഉണ്ടാക്കി തരിക എന്ന ധർമ്മത്തെ നൽകി കൊടുക്കുന്ന, ആ ശക്തി നൽകുന്ന ആ സ്രോതസ് പരമാത്മാവാകുന്നു. അതാണ് ശ്രൗത്രഃ. യഹ ഏവ അയം ശ്രൗത്രഃ. ശ്രവണേന്ദ്രിയത്തിൽ അല്ലെ, ശ്രൗത്രഃ ദ്വിവചനമാണ്. ശ്രോത്രം ശ്രൗത്രഃ അത് വെച്ചാൽ രണ്ട് ചെവിടി. ശ്രവണേന്ദ്രിയത്തിൽ കുടികൊള്ളും. പ്രാതിശുദ്ധഃ ഓരോ ശ്രവണ സമയത്തും അല്ലെ, എപ്പോഴൊക്കെ നമ്മൾ എത്ര ഡെസിബലിലുള്ള ശബ്ദമാണെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും അല്ലെ, ആ ഫ്രീക്വൻസി നമ്മളുടെ ശ്രോത്രേന്ദ്രിയത്തിന്റെ എന്താ പറയാ കപ്പാസിറ്റി എന്നോ അല്ലെ കഴിവനുസരിച്ച് നമുക്ക് എത്രമാത്രം കേൾവി ശക്തി ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ശബ്ദങ്ങള് വ്യത്യസ്തമായി അറിയാൻ സാധിക്കും അല്ലെ. ഇപ്പൊ നായ കുരയ്ക്കുന്നതാണ് നമ്മള് നായയാണ് കുരയ്ക്കുന്നത് അറിയാൻ പറ്റുന്നില്ലേ? അല്ല, പശുവാണെങ്കിൽ പശു കരയുകയാണെങ്കിൽ അത് കിടാവാണ്, പശു കിടാവാണ്, അതിന്റെ ശബ്ദം വേറെയാ അല്ലെ. വലിയ അമ്മ പശുവാണെങ്കിൽ അതിന്റെ ശബ്ദം വേറെയാ അല്ലെ. ഒക്കെ നമ്മള് തിരിച്ചറിയുന്നില്ല. സൈക്കിളിന്റെ ശബ്ദം ഹോണ് വേറെയാ, കാറിന്റെ ഹോണ് വേറെയാ, പുരുഷന്റെ ശബ്ദം, സ്ത്രീയുടെ ശബ്ദം അല്ലെ, ഓരോ പക്ഷികളുടെ. ഭഗവാന്റെ ആ വൈവിധ്യം നോക്കൂ നിങ്ങള്, പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി. ഓരോ ജീവചരാചരം ശബ്ദം വേറെയാണ്. അതൊക്കെ വേറെ വേറെ വേറെയായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു. അഹോ ഭാഗ്യം. ശ്രോത്രേന്ദ്രിയത്തിന് അതാണ് ഓരോ ശ്രവണ സമയത്തും അതാണ് പ്രാതിശുദ്ധഃ കേൾവി എന്ന അനുഭവത്തെ നൽകുന്നവൻ. ഓരോ ശ്രവണ സമയത്തും വേർതിരിച്ച് 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 അറിയുവാൻ സാധിക്കുന്നത് ആരിനാലാണ്? പുരുഷഃ. യാജ്ഞവൽക്യ മഹർഷി ക്ലിയർ ആയിട്ട് പറയുന്നു, അത് പുരുഷനാലാണ്. പുരുഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഹിരണ്യഗർഭൻ എന്നല്ലേ പറയുന്നത്. ആരാണോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ജീവചരാചരങ്ങളെ സൃഷ്ടിച്ചത്, നമുക്ക് ശ്രോത്രേന്ദ്രിയത്തെ നൽകിയത്, ശ്രോത്രേന്ദ്രിയത്തിന്റെ അടിസ്ഥാന ദേവതകളായി ദിഗ്ദേവതകളെ നമ്മുടെ ചെവിട്ടിൽ കുടിയിരുത്തിയത്, അല്ലെങ്കിൽ അവയുടെ ധർമ്മം ചെയ്യുവാനായിട്ടുള്ള ശക്തിയെ നൽകുന്നത് അതാരാണ്? പുരുഷൻ, പരമാത്മാവാകുന്നു. ശാഖല്യ. അപ്പം ആ ശക്തി അങ്ങ് പോയാല് പിന്നെ ഇല്ല. ഭഗവാന്റെ സൃഷ്ടിയിലെ മറ്റൊരു വൈവിധ്യം എന്താന്ന് വെച്ചാൽ നമ്മളുടെ മനുഷ്യന്റെ കേൾവി പോലെയല്ല മറ്റ് ജീവചരാചരം. നമുക്ക് ഈ 20 ഹെർട്സ് തൊട്ട് 20 മെഗാഹെർട്സ് വരെ ഇത്ര ഫ്രീക്വൻസിയിലുള്ള ശബ്ദമേ നമുക്ക് കേൾക്കാം.
അതിലും കുറഞ്ഞ ശബ്ദങ്ങള് തിര്യക്കുകള്, പശുപക്ഷ്യാദികള് കേൾക്കും. ഇതിലും കുറഞ്ഞ ഈ പാമ്പൊക്കെ ഇല്ലേ, ഉരകജീവികൾ, അതിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദങ്ങൾ തിരിച്ചറിയും. എന്തുകൊണ്ടാ ഭൂകമ്പമൊക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലുള്ള പശുക്കിടാക്കളും നായയൊക്കെ കുരയ്ക്കും. ഭൂമിയുടെ അടിയിലുള്ള ഇത്രയും ചെറിയ ശബ്ദത്തിനെ നമ്മളെക്കാളും വേഗം അവർ തിരിച്ചറിയും. അതുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത് അല്ലേ? ഇന്ന ഒരു വരുന്ന ആ ശബ്ദത്തെ അവർ തിരിച്ചറിഞ്ഞു. നമ്മൾ പിന്നെ അതിന് ശേഷമേ നമ്മുടെ ചെവിട്ടിൽ അത് എത്തും. കാരണം നമുക്ക് അത്ര ഫ്രീക്വൻസി ചെറിയ ശബ്ദങ്ങള് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ ശ്രോത്രേന്ദ്രിയം. ഭഗവാന്റെ വൈവിധ്യം നോക്കി സൃഷ്ടി ആരെ കൊണ്ട് ഇങ്ങനെ സൃഷ്ടിക്കാത്ത. ഞാൻ വിചാരിക്കോ എനിക്ക് 90 വയസ്സായി എനിക്ക് നല്ല കേൾവി, എവിടെ? ഇതൊന്നും നമ്മുടെ കഴിവിനാലല്ല. അതുകൊണ്ടാണ് ഈ ഉദാഹരണങ്ങൾ അല്ലെ? തൊട്ടു മുമ്പ് രൂപങ്ങളുടെ കണ്ണിന്റെ ഉദാഹരണം. ഞാൻ വിചാരിക്കും എനിക്ക് നല്ല കാഴ്ചശക്തി, അതുമല്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി. അതിന് തൊട്ടു മുമ്പ് കാമമയ പുരുഷൻ. ഞാൻ വിചാരിച്ചു എന്റെ കഴിവ് കൊണ്ടാണ് സന്താനോൽപാദനം, അതുമല്ല എന്ന് നമുക്ക് അവിടെയും നമ്മൾ എത്ര ഇൻസിഗ്നിഫിക്കന്റ് ആണെന്ന് കാണിച്ചു തരികയാണ് ഓരോ ഉദാഹരണം. ഇവിടെ ശ്രോത്രേന്ദ്രൻ ഇവിടെയും പറയുകയാണ് ഇതൊന്നും നിന്റെ കഴിവ് കൊണ്ട്. ആരുടെ കഴിവാണത്? പുരുഷ. അത് പറയുന്നു ശ്രൗത്രഹ പുരുഷ. പുരുഷ എന്നുള്ള വാക്ക് രണ്ടിന്റെയും കൂടെ ചേർക്കുന്ന ഏഹ ഏവ അയം ശ്രൗത്രഹ പുരുഷ പ്രാതി ശുക്കഹ പുരുഷ. അതായത് ശ്രവണേന്ദ്രിയത്തിൽ കുടികൊള്ളുന്നതും കേൾവി എന്ന അനുഭവം നടത്തി തരുന്നതും ആരാണ്? പുരുഷനിലാലാണ്. പരമാത്മ ഭഗവാന്റെ സാന്നിധ്യം, നമ്മുടെ ആ ചൈതന്യം അങ്ങ് പോയാലോ നമ്മള് നല്ല മരിക്കുന്നതിന് തൊട്ട് മുമ്പേ എനിക്ക് 100% കേൾവി ശക്തി. ഞാൻ ഇപ്പൊ അങ്ങ് മരിച്ചു പോവുകയാണ്. ഇപ്പൊ സമയം 7:45 ഞാനങ്ങ് പോവാണ്. നല്ല 100% കേൾവി. കാരണം എല്ലാ ഗുണമുണ്ടോ? കാരണം 7:45 എന്റെ എന്റെ ശരീരത്തിൽ നിന്ന് ആ ചൈതന്യം അങ്ങ് പോയി. പിന്നെ എത്ര നല്ല ശ്രോത്രേന്ദ്രിയം ഉണ്ടായിരുന്നിട്ടും കാര്യമില്ല. കാരണം എന്താ? ശ്രോത്രേന്ദ്രിയത്തിനെ പ്രവർത്തിപ്പിക്കുന്ന പ്രേരക ശക്തിയായ പരമാത്മാവ്, ആ ചൈതന്യം എൻ്റെ അടുത്തുനിന്ന് പോയി. അതുപോലെ കണ്ണും എല്ലാ ഇന്ദ്രിയങ്ങളും ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ് പഠിപ്പിക്കുകയാണ്, നമ്മളെ ആ കൃതജ്ഞത. ഇന്നും നമ്മൾ ഭഗവാനെ എനിക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങൾ ലോകത്തിൽ കേൾക്കാൻ സാധിച്ചല്ലോ, അറിയാൻ കാണാൻ സാധിച്ചല്ലോ അല്ലെ, മണക്കാൻ സാധിച്ചല്ലോ, രുചിക്കാൻ സാധിച്ചല്ലോ. ഇതെല്ലാം എൻ്റെ രസനേന്ദ്രിയം, എൻ്റെ നാവിലായിക്കോട്ടെ, എൻ്റെ കണ്ണിലായിക്കോട്ടെ, ചെവിടിലായിക്കോട്ടെ, എല്ലായിടത്തും പുരുഷ പരമാത്മാവ് അങ്ങ് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞാൽ അത് ഉപാസനയായി അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഉപാസന എന്ന് അതിന് ഹെഡിങ് കൊടുത്ത പ്രകരണത്തിന്? ഹിരണ്യഗർഭ ഉപാസന എന്ന് നമ്മൾ കൊടുക്കുക. എങ്ങനെയത് ഉപാസനയാകുന്ന? യജ്ഞവൽക്കുന്ന. പക്ഷെ ഈ ഉദാഹരണങ്ങളിലൂടെ നമ്മളെ എനിക്ക് കാണാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കും. പല സന്ദർഭങ്ങളിൽ നമ്മളിത് പഠിച്ചാ, പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കില്ല, നമ്മൾ മറന്നു പോകും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മുടെ ഗുരു പരമ്പര നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ കണ്ണടച്ച് ക്ഷേത്രത്തിൽ പോയിരുന്ന് കേൾക്കുന്നതോ അല്ല വീട്ടിൽ അതല്ല ഉപാസന. രാവിലെ എഴുന്നേറ്റ് പറഞ്ഞാൽ മതി എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു. അതെല്ലാം എൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. പ്രവർത്തിക്കുന്നത് അതാത് ഇന്ദ്രിയങ്ങളിൽ അതാത് ദേവതകളെ കുടികൊള്ളുന്നു. അതാത് ദേവതകൾക്ക് അവയുടെ ധർമ്മം ചെയ്യിക്കുന്ന പരമാത്മാവ് കുടികൊള്ളും. അതിന് നന്ദി 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 എന്ന് പറഞ്ഞ ഉപാസനയായി. ആ ഹിരണ്യഗർഭ ഉപാസന എന്നുള്ള വാക്ക് ഇവിടെയാണ്, ഈ സന്ദർഭങ്ങളിലാണ് നമ്മൾ പുരുഷ
അത് പറഞ്ഞു. ആര് പറഞ്ഞു? അത് യാജ്ഞവൽക്യ മഹർഷിയുടെ ഡയലോഗാണ്. എവിടം തൊട്ട്? വേദവാ അഹന്തം പുരുഷം സർവസ്യാത്മനഃ പരായണം യം ആത്ഥ യഹ ഏവ അയം ശ്രൗത്രഃ പ്രാതി ശുക്തഃ പുരുഷഃ. അവിടെ വരെ യാജ്ഞവൽക്യ. അടുത്തതും കൂടിയുണ്ട്. സഹ ഏഷഃ വദയേവ ശ. അവിടെ വരെ സഹ ഏഷഃ വധ ഏവ ശാഹല്യ. നീ വീണ്ടും വീണ്ടും എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചോളൂ. അല്ലെ? വധ എന്ന് വെച്ചാൽ ചോദ്യ, ചോദിച്ചോളൂ. ശാകല്യ. അപ്പൊ ശാകല്യന്റെ ഡയലോഗ് അടുത്തത് കസ്യ കാ ദേവത ഇതി. ഇതിന്റെ ദേവത ആരാകുന്നു? തസ്യ കാ ശ്രോത്രേന്ദ്രിയ ദേവത. ശ്രോത്രേന്ദ്രിയ എന്നുള്ളത് കായ്ക്ക് ശേഷം അധ്യാഹാരം ചെയ്യുക. തസ്യ കാ ശ്രോത്രേന്ദ്രിയ, തസ്യ കാ ശ്രോത്രേന്ദ്രിയ ദേവത. തസ്യ കാ ശ്രോത്രേന്ദ്രിയത്തിന്റെ ദേവത ഏതാണ്? അപ്പൊ യാജ്ഞവൽക്യ മഹർഷി അടുത്തത് യാജ്ഞവൽക്യ മഹർഷിയുടെ ഡയലോഗാണ്. അദ്ദേഹം പറഞ്ഞു ദിശ ഇതി. ദിശ എന്ന് വെച്ചാൽ അവിടെ എഴുതിക്കോളൂ ദിക് ദേവത. ദിക് ദേവത. അത് ദിക് ദേവതയാകും. ശ്രോത്രേന്ദ്രിയത്തിന്റെ അടിസ്ഥാന ദേവത ദിക് ദേവത. ദിക് ദേവത. നമ്മൾ പഠിച്ചതാണല്ലേ ഓരോ ഇന്ദ്രിയങ്ങളുടെയും അടിസ്ഥാന ദേവത. ഇവിടെ രണ്ട് ചെവിയിലും ആരാണ്? ദിക് ദേവതകളെയാണ് പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടി നടത്തിയപ്പോൾ. നമ്മുടെ മാത്രമല്ല കേട്ടോ, അത് ഇവിടെ പറയാൻ മറന്നുപോയതാണ്. നമ്മൾ മനനം ചെയ്യുമ്പോൾ മനുഷ്യന്റെ സ്തോത്രേന്ദ്രിയത്തിൽ മാത്രമല്ല, സർവജീവയ ഏതൊക്കെ ജീവചരാചരങ്ങളാണോ ഈ പ്രപഞ്ചത്തിലെ ശബ്ദങ്ങളെ കേട്ടനുഭവിക്കുന്നത്, ആ സർവജീവൻ, അത് നായ ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, പശു ആയിക്കോട്ടെ, പക്ഷി ആയിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, എല്ലാ ജീവചരാചരങ്ങൾക്കും കേൾവി എന്ന അനുഭവത്തെ നൽകുന്ന ശ്രോത്രേന്ദ്രിയത്തില് കുടികൊള്ളുന്ന അടിസ്ഥാന ദേവതയാണ് ദിക് ദേവത. ആ ദേവതയുടെ സഹായം, ആ ദേവതകൾക്ക് അവയുടെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത് ആരുടെ സഹായം കൊണ്ടാണ്? ഇവിടെ പറഞ്ഞു പുരുഷ. നമ്മൾ എത്ര നിസാരക്കാരാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. എളുപ്പമല്ലേ? പ്രശ്നങ്ങളില്ലാണ്ട് നമുക്ക് പോകുന്നെന്ന് വിചാരിച്ചിട്ടും അടുത്ത മന്ത്രം തം ഏവ. ചതുർദശ മന്ത്രം, 14. തം ഏവ യസ്യ ആയതനം ഹൃദയം ലോകഃ മനോ ജ്യോതിഃ യോ വൈ തം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം. സഹ വൈ വേദിത സ്യാത് യാജ്ഞവൽക്യ വേദവാ അഹം തം പുരുഷം സർവസ്യാത്മനഃ പരായണം യം ആത്ത യ ഏവ അയം ഛായാമയഃ പുരുഷഃ സഹ ഏഷഃ വദ ഏവ ശാകല്യ. കസ്യ കാ ദേവത ഇതി മൃത്യുഃ ഇതി ഹോവാച. തം ഏവ യസ്യ ആയതനം ഹൃദയം ലോകഃ മനോ ജ്യോതിഃ യോ വൈ തം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം സഹ വൈ വേദിതാ സ്യാത് യാജ്ഞവൽക്യ വേദവാ അഹം തം പുരുഷം സർവസ്യാത്മനഃ പരായണം യം ആത്ത യ ഏവ അയം ഛായാമയഃ
പുരുഷഃ സഹ ഏഷഃ വദ ഏവ ശാകല്യ തസ്യ കാ ദേവതാ ഇതി മൃത്യുഃ ഇതി ഹോവാച. അടുത്ത ഉദാഹരണം ഹൃദയം. നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയാൽ കണ്ടോ, ഹൃദയം എന്ന വാക്കിന്റെ ബുദ്ധി എന്നാണ്. 289 ഹൃദയം. നമ്മൾ സാധാരണ എന്താണ് ഹൃദയം എന്നാല് നമ്മുടെ ഹൃദയമിടിപ്പ് അല്ലെ, ഹൃദയം എന്ന അവയവത്തെയാണ്. പക്ഷെ ഇവിടെ ഹൃദയം എന്നത് ബുദ്ധിയെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂക്ഷ്മ ശരീരത്തില് ഏറ്റവും പ്രാധാന്യപ്പെട്ട 4 അറകളില്ലേ സൂക്ഷ്മ ശരീരത്തിൽ? മന, ബുദ്ധി, ചിത്ത, അഹങ്കാരം അല്ലെ. മനസ്സ്, ബുദ്ധി രണ്ടാമത് ഏറ്റവും പ്രാധാന്യപ്പെട്ടതാണ്. നമ്മുടെ അറിവുകൾ നമ്മൾ ശേഖരിക്കുന്നത്, സംരക്ഷിച്ചു വെക്കുന്ന സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗത്തിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത് അല്ലെ. നിശ്ചയാത്മിക ബുദ്ധി എന്നുള്ള ഡെഫിനിഷൻ ഒക്കെ ഉണ്ട് തത്വബോധം. എന്ന് വെച്ചാല് നമ്മുടെ പറയാം, നമ്മുടെ അറിവുകളെ നമ്മൾ ശേഖരിക്കുക, സംരക്ഷിച്ചു വെക്കുക. ഇത് ബുദ്ധിയുടെ സഹായത്തിനാലാണ്. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു പാർട്ടാണ്, ഭാഗമാണ് ബുദ്ധി എന്നുള്ളത്. അതുകൊണ്ട് ആ പ്രാധാന്യത്തെ കാണിക്കാനായിട്ടാണ് ഹൃദയം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തില് ഹൃദയം നിലച്ച പിന്നെ എല്ലാം പോയി അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട അവയവം എന്ന് പറഞ്ഞ ഹൃദയമാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഹൃദയത്തിൽ നിന്നും നാഡികളൊക്കെ പോകുന്നു എന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ ആ സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പ്രാധാന്യത്തെ, ബുദ്ധി ഏറ്റവും പ്രാധാന്യപ്പെട്ടതാണ് എന്ന് കാണിക്കാനായിട്ട് ഹൃദയം എന്ന വിശേഷണം കൊടുക്കും. അല്ലാണ്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ഹൃദയത്തിനല്ല അല്ലെ, രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയം അല്ല ഇവിടെ. ഹൃദയം എന്ന് വെച്ചാൽ ബുദ്ധി എന്ന് എടുക്കണം. മൃഡാനന്ദ സ്വാമിജിയും ബുദ്ധി എന്ന് തന്നെയാ പറഞ്ഞത്. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. തമേവ യസ്യ ആയതനം ഹൃദയം ലോകഃ മനോ ജ്യോതിഃ യോ വൈ തം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം സഹ വൈ വേദിതാ സ്യാദ് യാജ്ഞവൽക്യ വേദവാഹം തം പുരുഷം സർവസ്യാത്മനഃ പരായണം യം ആത്മാ യ ഏവ അയം ഛായാമയഃ പുരുഷഃ സഹ ഏഷഃ വത ഏവ ശാകല്യ തസ്യ കാ ദേവതാ ഇതി മൃത്യുഃ ഇതി ഹോവാച. തമേവ യസ്യ ആയതനം ഹൃദയം ലോകഃ മനോ ജ്യോതിഃ യോ വൈ തം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം സഹ വൈ വേദിതാ സ്യാദ് യാജ്ഞവൽക്യ വേദവാഹം തം പുരുഷം സർവസ്യാത്മനഃ പരായണം യം ആത്മാ യ ഏവ അയം ഛായാമയഃ പുരുഷഃ സഹ ഏഷഃ വദ ഏവ ശാകല്യ തസ്യ കാ ദേവതാ ഇതി മൃത്യുഃ ഇതി ഹോവാച. നിങ്ങള് ആ കോളം വരച്ചില്ലേ, അവിടെ ഹൃദയം എന്നുള്ള എഴുതിയിട്ടില്ലേ? കോളം വരച്ചവരുണ്ടെങ്കിൽ എടുക്കുക. അവിടെ ഞാന് ഹൃദയം എന്ന് എഴുതിക്കുന്നത്, അവിടെ വേണമെങ്കിൽ ബ്രാക്കറ്റ് ബുദ്ധി എന്ന് എഴുതിക്കോളൂ. എഴുതാൻ മറന്നുപോയത്. 5ാമത്തെ കോളം നമ്പർ 5 ഛായാമയ പുരുഷൻ ഉദാഹരണങ്ങളാണ്. ഇത് ശരീര പുരുഷൻ, ശരീരത്തിൽ കാമമയ പുരുഷൻ അല്ലെ. അവിടെയെല്ലാം പുരുഷൻ എന്ന് വെച്ചാൽ ഹിരണ്യഗർഭൻ പരമാത്മാ എന്നാണ്. ആദിത്യസ്യ, ആദിത്യനിൽ കുടികൊള്ളുന്ന പുരുഷൻ ആര്? അത് പ്രപഞ്ച സൃഷ്ടാവാകുന്നു. ശ്രോത്രേന്ദ്രിയ, ഇപ്പൊ നമ്മൾ കണ്ടത് ശ്രോത്രേന്ദ്രിയത്തിന്റെ പുരുഷൻ ആര്? അത് പരമാത്മാവാകുന്നു. അടുത്തത് ഛായാമയ, അവിടെ ഹൃദയം എന്നുള്ളിടത്ത് ബുദ്ധി ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി. കാരണം ഹൃദയം എന്നതാണ് ശാഖല്യന്റെ വാക്ക്, ഹൃദയം എന്നാണ് അല്ലെ. മൂലമന്ത്രത്തിൽ ശാഖല്യം പറയുന്നത് ഹൃദയം എന്നാണ്, പക്ഷെ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഗൂഢാർത്ഥം ബുദ്ധി എന്നാണ്. ദേവത, മൃത്യു. ഇപ്പൊ നമുക്ക് കത്തണ ഇത് എവിടെയോ പഠിച്ചത് അല്ലെ, മൃത്യു
സാധാരണ മൃത്യു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കഠോപനിഷത്ത് ഓർക്കും. കഠോപനിഷത്തല്ല ഇവിടെ പഠിച്ച് മൃത്യു എന്നുള്ളത്. മൃത്യുർധാവതി പഞ്ചമ ഇതി ഇതാണ് മന്ത്രം. ഭയാദസ്യാഗ്നി തപതി ഭയാത് തപതി സൂര്യഃ ഭയാദിന്ദ്രശ്ച വായുശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി. ബൃഹദാരണ്യല്ല, തൈത്തിരീയ ഉപനിഷത്ത്. കണ്ടുപിടിക്കും നമ്പര്. ഭയാദസ്യാഗ്നി തപ. ഇതെങ്ങനെയാണ്? അതായത് അഗ്നി തപിക്കുന്നത് ഭയം കൊണ്ടാണ്. ഭയാദസ്യാഗ്നി തപതി ഭയാത് തപതി സൂര്യഃ. സൂര്യൻ തന്റെ പ്രകാശത്തെ നൽകുന്നത് ഭയന്നിട്ടാണ്. ഭയാത് ഇന്ദ്രച്ഛ വായുച്ച. ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത് ഭയന്നിട്ടാണ്. വായുച്ച. വായു പ്രാണനെ അന്തരീക്ഷം മുഴുവൻ വ്യാപിപ്പിക്കുന്നത് ഭയന്നിട്ടാണ്. മൃത്യുർധാവതി പഞ്ചമയതി. അഞ്ചാമത്തെ ആളായ മൃത്യുദേവത തന്റെ ധർമ്മം ചെയ്യുന്നത്, അതായത് സമയാവുമ്പോ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന യമധർമ്മരാജാവ്, ആ യമദേവൻ തന്റെ ധർമ്മം ചെയ്യുന്നത് ഭയന്നിട്ടാണ്. ആരെ? ഭയം എന്ന് വെച്ചാല് അവനവന്റെ ധർമ്മം ചെയ്യിപ്പിക്കുന്നത് പരമാത്മാവാണ്. ഈ ദേവതകൾക്കൊക്കെ, അതായത് മഴ പെയ്യിക്കുക, അഗ്നിക്ക് ഉഷ്ണം എന്നത് അഗ്നിയുടെ കഴിവാണ്, ധർമ്മമാണ്. അത് അഗ്നി ചെയ്യുക, ഇന്ദ്രൻ മഴ പെയ്യിക്കുക, വായു പ്രാണനെ എല്ലായിടത്തും ഇതൊക്കെ ചെയ്യുന്നത് അവനവൻ അതാത് ദേവതകള് അതാതിന്റെ ധർമ്മം ചെയ്യുന്നത് പരമാത്മാവിന്റെ ശക്തിയിനാലാണ്. അതാണ് ഭയം എന്നുള്ള വാക്കിന്, അല്ലാണ്ട് പേടി എന്നുള്ള അർത്ഥമല്ല. അല്ലേ? ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓർമ്മിക്കണം, അതാണ് മനനം. ഇവയെല്ലാം അതാത് ദേവതകള് അതാതിന്റെ ധർമ്മം ചെയ്യുന്നത്. ആരാണോ ആ ദേവതകളെ സൃഷ്ടിച്ചത്, നമ്മളിപ്പോ കണ്ടു 33 ദേവതകളുടെയും സൃഷ്ടികർത്താവ് ഹിരണ്യഗർഭൻ, പ്രപഞ്ച സൃഷ്ടാവ് പരമാത്മാവ് എന്ന് കണ്ട്. ആ ശക്തിയിനാലാണ്, ആ ശക്തിയുടെ പ്രേരണ കൊണ്ടാണ്. അല്ലാണ്ട് ഇവർക്കൊന്നും തനിയെ ഒരു കഴിവുമില്ല. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൃത്യുവിന്റെ ഉദാഹരണം. ഓക്കെ, അതാണ് ഉദാഹരണം വരുന്നത്. പോകാം. തമേവ യസ്യ ആയതനം ഹൃദയം ലോക. അതായത് ബുദ്ധി ലോക മനോജ്യോതി യോ വൈതം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം സഹ വൈ വേദിതാ സ്യാത് യാജ്ഞവൽക്യ. അത് അങ്ങേക്ക് അറിയുവോ? എന്ത്? ബുദ്ധി. ബുദ്ധിക്ക് ആയതനമായിരിക്കുന്നത് പരമാത്മാവാണ്. ബുദ്ധിക്ക് നമ്മൾക്ക് നല്ല തലച്ചോറുണ്ട്, പക്ഷെ അത് പ്രവർത്തിക്കാത്തതാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല എത്രയാണോ അതിന് ഭാരം വേണ്ടത് അതൊക്കെ ഉണ്ട്. പക്ഷെ ആധുനിക ശാസ്ത്രം പറയുന്നത് നമ്മൾ 100% കാൽഭാഗം കണ്ട് ഉപയോഗിക്കുന്നുള്ളന്നല്ലേ, ബാക്കി വെറുതെ കിടക്കുവാന്നല്ലേ. അപ്പൊ നമുക്ക് അറിവിനെ, എന്താണ് ബുദ്ധിയുടെ ധർമ്മം? അറിവിനെ സ്വീകരിക്കുക, അറിവിനെ സംരക്ഷിക്കുക. ഇതാണ് ബുദ്ധി ചെയ്യുന്നത്. ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. ഒന്ന് കളക്റ്റീവ്, പിന്നെ സ്റ്റോറേജ്. നമ്മുടെ ഫോൺ പോലെ നമ്മൾ ഫോട്ടോസ് ഒക്കെ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒക്കെ ഫോൺ എന്താ ചെയ്യുന്നത്? കളക്ട് ചെയ്യും. പല 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 സോഴ്സിൽ നിന്നും, അല്ലെ, പല പല കാര്യങ്ങൾ നമ്മൾ ഫോണിൽ കളക്ട് ചെയ്യും. പിന്നെ അതെന്ത് ചെയ്യും? ഫോൺ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും, അല്ലെ, മെമ്മറിയിൽ, അതിന്റെ മെമ്മറി കാർഡിൽ സ്റ്റോർ ചെയ്ത്. ഇതാണ് നമ്മുടെ ബുദ്ധിയും ചെയ്യുന്നത്. ഈ രണ്ട് ധർമ്മങ്ങൾ ബുദ്ധി ചെയ്യുന്നു. ഒന്ന് വിവരശേഖരണം, അല്ലെങ്കിൽ അറിവിനെ ശേഖരിക്കുക, പിന്നെ അതിനെ സംരക്ഷിക്കുക, അല്ലെ, വിവരശേഖരണം, വിവര സംരക്ഷണം. രണ്ടും ചെയ്യുന്ന ആരാണ്? ബുദ്ധി. അല്ലെ, ആരാണ് ഇതിനെ സഹായിക്കുന്നത്? പരമാത്മാവ് ബുദ്ധിയിൽ പ്രവർത്തിക്കുന്നതാണ്. യോ വൈ തം പുരുഷം വിദ്യാത്. അല്ലെ, ഈ നമ്മുടെ ഈ തലച്ചോർ ഫ്രീസ് ആയി പോയാലോ, പ്രവർത്തിക്കാതായി, നമുക്ക് അറിവിനെ ശേഖരിക്കാനും പറ്റില്ല. പണ്ട് ശേഖരിച്ച അറിവിനെ
സംരക്ഷിച്ചു വെക്കാനും സാധിച്ചില്ലെങ്കിലും എല്ലാം മറന്നുപോകും. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ആ അവസ്ഥ വളരെ ദയാനകമാണ്. വലിയ ബുദ്ധി രാക്ഷസനായിരുന്നിരിക്കും ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ അവരുടെ ആയ കാലത്ത്. പക്ഷെ ഒരു പ്രായം എത്തുമ്പോൾ ആ ശേഖരിച്ച അറിവൊക്കെ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. നമ്മള് ഏത് ഉപനിഷത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ രാധാകൃഷ്ണന്റെ സി.പി. രാധാകൃഷ്ണന്റെ ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം ആര് വരെ ആയതല്ലേ, ഭഗവത്ഗീതയ്ക്ക് വരെ വ്യാഖ്യാനം എഴുതി. അദ്ദേഹം എഴുതാത്ത പുസ്തകങ്ങളില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് എല്ലാം മറന്നുപോയി. ഇത് ഒരു അദ്ദേഹത്തിനെ സഹായിക്കാനൊക്കെ ഗവൺമെന്റ് നിയോഗിച്ച ആളുകളൊക്കെ അവര് പറയുകയാണ്, അദ്ദേഹം ആളുകളെ കാണാൻ സമ്മതിക്കുന്നില്ല. ഇത് ചീത്തയോട് ചീത്ത. ഒരു നല്ല വാക്ക് അദ്ദേഹത്തിന്റെ വായി, മോശം പറയല്ല, നമുക്ക് അനുഭവങ്ങൾ പറയും. പക്ഷെ എന്താണ്, ഒരു നല്ല വാക്ക് പോലും പറയാൻ പറ്റുന്നു. എന്തൊക്കെ ശേഖരിച്ചു. സി.പി. രാധാകൃഷ്ണന്റെ ഗീതയുടെ വ്യാഖ്യാനം വളരെ ഫേമസ് ആണ്. വിദേശികൾ പോലും വായിക്കുന്ന ഗ്രന്ഥമാണ്, ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ. പക്ഷെ അവസാന കാലത്ത് എല്ലാം പറഞ്ഞു. ഈ 700 ഗീതാ ശ്ലോകം അറിയാവുന്ന ആളായിരുന്നു, പക്ഷെ ഒന്നുപോലും ഓർമ്മയില്ല. പ്രാരാബ്ധ, അദ്ദേഹത്തിന്റെ പൂർവജന്മം കർമ്മമായിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ബുദ്ധിയിൽ നിന്നും ആ പരമാത്മാവിന്റെ സാന്നിധ്യം അവിടെ നഷ്ടപ്പെട്ടു. ദേവത അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ എങ്ങനെയാ വിവരം ശേഖരിച്ച വിവരത്തെ എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും? ഇല്ല. അതുകൊണ്ട് ഒരു പ്രയോജനം. നമ്മൾ ലോകത്ത് കാണുന്നതാണ് ഈ ഉദാഹരണങ്ങൾ. ഇപ്പൊ നമുക്ക് വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകളോട് അല്ലാണ്ട് സാധാരണക്കാർ എത്ര പേര് കാണും? ഇപ്പൊ ഇത് കൂടിക്കൂടി വരും. പുതിയ പേരുകളിട്ട് അൽഷിമേഴ്സ് എന്നും മറ്റു പല പേരുകളൊക്കെ പുതിയ മോഡേൺ സയൻസ് പിന്നെ പറയുന്നത് നമുക്ക് കാണാം. നിങ്ങൾ ഭഗവാനോട് കൃതാർത്ഥതയോട് കൂടി പഠിക്കുക. എനിക്ക് ഈ പ്രായത്തിലും യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യരായി പഠിക്കാൻ സാധിക്കുന്നു, ഓർക്കാൻ സാധിക്കുന്നു. മന്ത്രങ്ങൾ മനപ്പാടാക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല, അത് രണ്ടാമത്തെ കാര്യം അല്ലേ. പക്ഷെ എനിക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. നമ്മളിപ്പോ ഒരു കൊല്ലമായി പഠിക്കാൻ വന്നത്, പക്ഷെ ആദ്യത്തെ ദിവസത്തെ ഇൻട്രസ്റ്റ് എനിക്ക് ഇന്നും ഉണ്ടല്ലോ. ഇനിയും ഒരു കൊല്ലം കൂടെ വേണം. അപ്പൊ അത്രയും നാളും എനിക്കത് തുടരുവാൻ സാധിക്കുന്നത് എൻ്റെ ബുദ്ധിയില് കോശങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അത് ആരിനാലാണ്? ആ കൃതാർത്ഥത ഉണ്ടെങ്കിൽ ഉപാസനയാണ്. അതാണ് ഇവിടെ നമ്മൾ ഹിരണ്യഗർഭ ഉപാസന എന്ന് പ്രകരണത്തിന് പേരിട്ടതിന്റെ കാരണം. യോ വൈത്തം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം. പരമാത്മാവിനാലാണ് ബുദ്ധി പ്രവർത്തിക്കുന്നതെന്ന് അങ്ങേക്ക് അറിയുവോ? അറിയുന്നവനാണ് വിദ്വാൻ യാജ്ഞവൽക്യ എന്ന് ശാകല്യൻ പറഞ്ഞു. യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, എന്താണ്? യമ്മാർത്ഥ വേദവാ അഹം തം പുരുഷം സർവസ്യാത്മനഃ പരായണ യമ്മാർത്ഥ. തൊട്ട് മുമ്പ് പറഞ്ഞത് തന്നെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, എനിക്കതറിയാം. അറിയുക മാത്രമല്ല, എന്താണ് പറയുന്നത്? യ ഏവായം ഛായാമയ പുരുഷ. അത് ഛായാമയ പുരുഷൻ. അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. നാളെ പഠിക്കാം, നമുക്ക് സമയം ഏതാണ്ട് തീരാറായി. അതുകൊണ്ട് ഛായാമയം ഇപ്പൊ പഠിച്ചാൽ തീരൂല. അതുകൊണ്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക, നാളെ പഠിക്കാം. അത് ഛായാമയ പുരുഷനാകുന്നു ശാകല്യ. എന്നിട്ട് പറഞ്ഞു, സഹ ഏഷഹ വതയേവ ശാകല്യ. അല്ലയോ ശാകല്യ, നീ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. എന്താണ് അപ്പൊ ശാകല്യന്റെ? തസ്യകാ ദേവത, അതിന്റെ ദേവത എന്നാണ്? മൃത്യുഹു ഇതിഹോ. അതും നമുക്ക് നാളെ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശ ഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർഭോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ
പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.